ജനീവയിലെ UN സമ്മേളനത്തിൽ അമേരിക്ക ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. ചൈന രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയെന്ന് കേൾക്കുമ്പോൾ ചൈനയുടെ മറ്റൊരു ചതിയായി നമുക്ക് തോന്നാമെങ്കിലും ഇതിന് പിന്നിലെ തീയതികളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ അത്യന്തം ദുരൂഹമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. പറഞ്ഞു വരുന്നത് ഇത് ഇന്ത്യയും ചൈനയും തമ്മിൽ അടുപ്പിക്കാനുള്ള അമേരിക്കയുടെ കുടിലതന്ത്രമാണോ എന്ന് തന്നെയാണ്. അമേരിക്കയുടെ ഇന്റർനാഷണൽ സെക്യൂരിറ്റി സെക്രട്ടറി തോമസ് ഡിനാനോ പറയുന്നത് 2020 ജൂൺ 22 ചൈന രഹസ്യമായി ആണവ സ്ഫോടനം നടത്തിയെന്നാണ്. ലോകത്തിലെ എല്ലാ സെയ്സ്മിക് മോണിറ്ററിംഗ് സംവിധാനങ്ങളെയും വെട്ടിച്ചാണ് ചൈന ഇത് ചെയ്തതത്രേ. ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന ചലനങ്ങളെയും പ്രകമ്പനങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സെയ്സ്മിക് മോണിറ്ററിംഗ് സംവിധാനം എന്ന് പറയുന്നത്. സാധാരണയായി ഭൂകമ്പങ്ങൾ കണ്ടെത്താനാണ് ഇവ ഉപയോഗിക്കുന്നതെങ്കിലും ഭൂമിക്കടിയിൽ നടത്തുന്ന ആണവ സ്ഫോടനങ്ങളെയും അവയുണ്ടാക്കുന്ന തരംഗങ്ങളെയും തിരിച്ചറിയാൻ ഈ ഒരു സാങ്കേതിക വിദ്യ സഹായിക്കും. അപ്പോൾ അത്തരം സംവിധാനങ്ങളെ വെട്ടിച്ചാണ് ചൈന ഈ ഒരു പരീക്ഷണം നടത്തിയെന്നാണ് US വാദിക്കുന്നത്. ഇവിടെയാണ് സംശയം തുടങ്ങുന്നത്. നമുക്ക് ഈ ദുരൂഹത വരുന്നത് ഇവിടെയാണ്. കാരണം ലോകത്തെമ്പാടുമുള്ള സെൻസറുകളിൽ ഒന്നിനു പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത ആ പ്രകമ്പനം അമേരിക്ക മാത്രം എങ്ങനെ അറിഞ്ഞു? അതൊരു വലിയ ചോദ്യമല്ലേ. ചൈന ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. തങ്ങൾക്ക് ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ അമേരിക്ക കണ്ടെത്തിയ ഒഴിവൊഴിവ് മാത്രമാണിതെന്നാണ് ബീജിങ്ങിന്റെ മറുപടി. 3 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ആണവ കരാറുകൾ ലംഘിക്കാൻ അമേരിക്ക വെമ്പൽ കൊള്ളുകയാണോ എന്ന സംശയം റഷ്യയും നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അടുപ്പിക്കാനുള്ള അമേരിക്കയുടെ കുടില തന്ത്രമായി സംശയിക്കേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് വരാം. അതായത് അമേരിക്ക പറയുന്ന അതേ തീയതി, ഈ ചൈന സ്ഫോടനം നടത്തി എന്ന് പറയുന്ന തീയതി, അതായത് 2020 ജൂൺ 22 ഗാൽവാൻ താഴ്വരയിൽ നമ്മുടെ 20 ജവാന്മാർ ചൈനയുമായുള്ള സംഘർഷത്തിൽ വീരമൃത്യു വരിച്ച സംഘർഷത്തിന് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങൾ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത്രയും വഷളായ ഒരു സമയത്ത് ചൈന ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നു എന്ന ആരോപണം പുറത്തുവിടുന്നതിലൂടെ ഏഷ്യയിലെ 2 വൻശക്തികളെ തമ്മിലടുപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണോ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടത്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുമിക്കുന്നത് ഒരു കാലത്തും US ആഗ്രഹിക്കാത്ത ഒരു ദുസ്വപ്നമാണ്. ആണവായുധ കരാറുകൾ അപ്രസക്തമാകുന്ന ഈ കാലത്ത് സമാധാനത്തിനായുള്ള മുറവിളികൾക്കിടയിൽ പുകയുന്നത് വൻ ശക്തികളുടെ രാഷ്ട്രീയ കളികളാണ്. സത്യമെന്താണെന്ന് കാലം തെളിയിക്കട്ടെ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.